ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കുക്കർ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ കറിക്ക് ഉള്ളി വഴറ്റിയിട്ടൊന്നും സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലോട്ട് ഒരു 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ ചെയ്ത് കൊടുക്കാം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കറിലോട്ട് ഒരു 10 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ 2 പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കാം. എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഇനി അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർക്കാം. ഞാൻ ഈ ചിക്കൻ 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്, ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാനായിട്ട്. അങ്ങനെ ചിക്കൻ്റെ മിക്സ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചാറ് വേണം, കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1-2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ചിക്കനിൽ എത്രയാണോ വേവുള്ളത് ആ വേവിനനുസരിച്ച് വിസിലിടുക. എനിക്കിവിടെ 1 വിസിലാണ് വേണ്ടി വന്നത്. നിങ്ങൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വിസിലെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.